സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോല് നമ്മുടെ പല്ലവി നമ്മുടെ പ്രതാപനെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ. നമ്മുടെ പ്രതാപന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ അച്ഛന്റെ മരണവിവരം ആ ഒരു എന്താ പറയാ ജോൾസിന് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞപ്പോൾ പ്രതാപനങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പ്രതാപനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ സംശയപരമായിട്ട് നമ്മുടെ പ്രതാപന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രതാപൻ ആകെപ്പാടെ പതറി എന്താ പറയാ മെഴുകി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ പൂർണിമാമ്മയ്ക്ക് എല്ലാവർക്കും നമ്മുടെ പ്രതാപന് ഒരു സംശയമായി. അവിടെ ഒരു സംശയനിടയിൽ വീട് കഴിഞ്ഞു. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ സേതുവിനടുത്ത് പറയുന്നുണ്ട്, ഞാൻ പല്ലവി ഉപേക്ഷിക്കാം, പക്ഷെ പകരം നിന്റെ പെങ്ങൾ സ്വാതിയെ എനിക്ക് തരണം. സ്വാതി ഞാൻ എൻ്റെ കയ്യിലിട്ട് പമ്പരം കറക്കുന്ന പോലെ കറക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ, ഇതെൻ്റെ ഒരു വാശിയാണ്, നിന്റെ പെങ്ങളെ ഞാൻ കയ്യിലെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ സേതുവിനെ വെല്ലുവിളിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ സ്വാതി പല്ലവിയും വെല്ലുവിളിക്കുന്നുണ്ട്. ദേ അധികം വരെ ഭരിക്കാൻ വന്നാൽ ഞാൻ വേണമെങ്കിൽ ഇന്ദ്രനെ കെട്ടിയെന്ന് വരും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ സ്വാതി നമ്മുടെ എന്താ പറയുക പല്ലവിയും വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവിടെ ഇവിടെയും വെല്ലുവിളി തന്നെയാണ്. പിന്നെ എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യം? നമ്മുടെ ഇന്ദ്രൻ ആ ഒരു സ്വന്തം ആ ഒരു താല്പര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മുടെ സ്വാതിയെ തന്നെ കെട്ടുമോ? നമ്മുടെ പല്ലവി അപ്പൊ സ്വാതിയുടെ പേര് പറയുമ്പോൾ സ്വാതിയുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പല്ലവി തന്നെ നമ്മുടെ ഇന്ദ്രന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമോ? അല്ലെങ്കിൽ സേതു ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമോ? നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.